പായോ നമ്മൾ സായക്കുട്ടിൻ്റെ സ്കൂളൊക്കെ തുറക്കാനായി പ്രമാണിച്ചത് സായക്കുട്ടിൻ്റെ മുടി വെട്ടിക്കാനും സായക്കുട്ടിക്ക് വെച്ച് സാധനങ്ങളൊക്കെ ഭയങ്കര വണ്ടി പോവുകയാണ്. ഇവിടെ എൻ്റെ മോളുടെ കൂടെ ഇവിടെ യെസ് കുറേ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ സ്കൂള് തുറക്കണമൊക്കെ പ്രമാണിച്ചിട്ട് നമ്മൾ സായക്കുട്ടിയുടെ മുടി ഒന്ന് വെട്ടണം, പിന്നെ സായക്കുട്ടിക്ക് സ്കൂൾ ബാഗ് വാങ്ങിക്കണം, നോട്ട് ബുക്ക് വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഇത് ജൂൺ 1 അല്ലെങ്കിൽ മെയ് 31 എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. സായക്കുട്ടി 3 മാസമായിട്ടുണ്ടായിരുന്നു മുടി വെട്ടിയിട്ട് കേട്ടോ. അവന് സ്കൂൾ കൂട്ടിയപ്പോഴേ മുടി വെട്ടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മുടി നീട്ടി വളർത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ മുടി അത്യാവശ്യം നന്നായിട്ട് നീണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മുടി വെട്ടുന്ന പയ്യനോട് പറഞ്ഞു അത്യാവശ്യം നന്നായിട്ട് ചെറുതായിക്കോ, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടാൻ വരാനുള്ള പൈസ കുറച്ച് കൂടുതലാണ്. അങ്ങനെ സായക്കുട്ടി മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ ഓ നല്ല ലുക്കല്ലോ, നോക്കട്ടെ. അങ്ങനെ നമ്മൾ സായക്കുട്ടി മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ മാസം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റോക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇന്നുമോളുടെ യൂട്യൂബിങ്ങൊക്കെ വന്നിട്ട് ഇന്നുമോളാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അത് ഇന്നുമോളാണിത് വാങ്ങിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് സായക്കുട്ടി എവിടേക്കോ പോയിട്ട് എന്തൊക്കെയോ ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ കാർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഓന് ഇൻ്റെ പൈസക്ക് നമ്മൾ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന് ന്യൂട്രല്ല പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വില കൂടുതലമ്മ അതൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു ആളായിരുന്നു. ആണോ? എന്താണ് എൻ്റെ പേര്? ഐഷേ. നമ്മളെ കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. പിന്നെ പ്രശ്നം ഞാൻ നെസ്റ്റോയിൽ പോയപ്പോൾ നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി കേട്ടോ. സാധാരണ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും വരാറുണ്ട്, പരിചയപ്പെടാറുമുണ്ട്. പക്ഷേ ഇത് അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ നടക്കുന്നിടത്തും നിൽക്കുന്നിടത്തും തിരിയിടത്തും അവിടുത്തെ സ്റ്റാഫ്സും ചെറിയ കുട്ടികളും അങ്ങനെ കുറേ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. അവരൊക്കെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. ചിലരൊക്കെ ഫോട്ടോ എടുത്തു, ചിലരൊക്കെ നമ്മളെ ഹഗ് ചെയ്തു, ചിലരൊക്കെ എന്നെ അഭിനന്ദിച്ചു, ചിലരൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു. അങ്ങനെ കുറേ പേരെ കാണാൻ പറ്റി. അപ്പം ശരിക്കും ഇപ്രാവശ്യം നെസ്റ്റോയിൽ പോയപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. നമ്മുടെ സായക്കുട്ടി ബാഗ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെ കൊണ്ട് പിന്നെ സെലക്ട് ചെയ്യാൻ പോയ ഒരു പേടിയില്ല. അവന് നേരെ കണ്ടൊരു ബാഗുമേ തൊട്ട് കാണിച്ചു, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അതന്നെ. അപ്പോൾ അവൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതേ ബ്രാൻഡിൻ്റെ ബാഗ് എൻ്റെ ഇഷ്ടത്തിന് ഒരു കരിനീല കളറ് ആക്കി എടുത്തു. മൂപ്പർക്ക് അങ്ങനെയാണ്, കുറേ നേരം ഒന്നും സെലക്ട് ചെയ്യാൻ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കണം. അങ്ങനെ പിന്നെ ഞാൻ ഹജ്ജ് പെരുന്നാളായിട്ടൊരു ഡ്രസ്സ് എടുക്കേണ്ട സായക്കുട്ടിയെ എന്ന് ചോദിച്ചപ്പോൾ അവനക്ക് ഡ്രസ്സും വേണ്ടത്രേ. അങ്ങനെ അപ്പോൾ ഓനെക്കൊണ്ട് നമുക്ക് വലിയ ചിലവൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചു. നല്ല പുറത്ത് ചെറുതായിട്ടൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രാവശ്യം നമ്മൾ ഇന്നുകൊണ്ട് കിട്ടിയ കാശ് ഏകദേശം തീർന്ന മട്ടാണ്. ഏകദേശം ഒരു 6,500 രൂപയ്ക്കേറ്റ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇത്ര പൈസക്ക് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രാവശ്യം കുറേ സംഭവങ്ങൾ കഴിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സായക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ, സായക്കുട്ടി വല്ലാതെ ഷോപ്പിംഗ് നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സംഭവങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ 500 രൂപ കുറവാണ് കേട്ടോ. ഈ കാരണം കൊണ്ടാണ് 500 രൂപ കുറവ്. കാരണം നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുന്നാൽ ഇത് മുകളിലോട്ട് കയറ്റി വെക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള പണിയാണല്ലോ. ഇനി നമുക്ക് സ്കൂൾ തുറന്ന് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് നിസ്കാരവും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു വർക്കൗട്ട് ചെയ്യുന്നൊരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര മഴയല്ലേ, അത് കാരണം കൊണ്ട് ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുറ്റബോധം തോന്നും കേട്ടോ. അപ്പോൾ ഈ മെഷീൻ വാങ്ങിച്ച കാരണം കൊണ്ട് എനിക്ക് നല്ല സുഖമാണ്. ഇപ്പോൾ വീട്ടിലൊന്നും പോവാതെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാമല്ലോ. ഈ വർക്കൗട്ട് ചെയ്യുന്ന മെഷീനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം കുടിക്കാനും കൂടി ശീലിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ വെറും വയറ്റിൽ നെയ്യ് കുടിക്കാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നുമോളും എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ തന്നെ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോഴേ നമ്മളെ ചിട്ടവട്ടങ്ങളൊക്കെ ഒക്കെ ഒന്ന് ശരിയായിട്ടുണ്ട്. മറ്റേത് രാവിലെ കുറേ വൈകി എഴുന്നേൽക്കുക, നമുക്കൊരു കറക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നില്ല ലൈഫിന്. ഇപ്പോൾ ഒരു സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ ആയിട്ടുള്ള ലൈഫ് ഇല്ലാതെ പറ്റില്ല. പിന്നെ ഇന്നുമോളും ഇപ്പോൾ വർക്കൗട്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആൾക്കിപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് BMI ഒക്കെ കറക്റ്റ് ആക്കണമല്ലോ. ഇടൊക്കെ നേരെ വെളുത്തേക്കും സ്കൂളൊക്കെ ഉണ്ട്, പഴയ പോലെ ഉറങ്ങാൻ പറ്റില്ല. നീറ്റോ നീറ്റ് വാ.
അങ്ങനെ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും പിന്നെ ഇന്നൊരു ചിക്കൻ ബിരിയാണി വെക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ടെറസിലൊരു പണിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ താമസമാക്കിയിട്ട് ഇത്ര കാലമായിട്ട് ഒരു തേങ്ങ പൊളിക്കുന്ന സംഭവം വാങ്ങിച്ചിട്ടില്ലേന്ന്. ഈ തേങ്ങ പൊളിക്കുന്ന സംഭവം വാങ്ങിക്കാൻ നമ്മൾ വീടൊരു തറവാടൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പം നമ്മൾ തേങ്ങ ഞാൻ പട്ടാമ്പത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിലും പൊളിച്ചിട്ടാണ് കൊണ്ടുവരാറ്. പിന്നെ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങയും പൊളിച്ചിട്ടാണ് കിട്ടാറ്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അപ്പം അമ്മ പ്രാവശ്യം വന്നപ്പോൾ പൊളിക്കാത്ത തേങ്ങ കൊടുന്ന കാരണം കൊണ്ടാണ് എനിക്കിത് വാങ്ങിക്കേണ്ട ആവശ്യം വന്നത്. അപ്പോഴാണിത് അങ്ങനെ നമ്മൾ ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ നമ്മളിത് ഒരു സംഭവം വാങ്ങിക്കുക. അല്ലാതെ ഇതൊരു വലിയ തറവാടാണെന്നുണ്ടെങ്കിൽ മറ്റേ നമുക്ക് തെങ്ങുപറമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ പൊളിക്കണ യന്ത്രം അല്ലെങ്കിൽ മോശമാണ്. അപ്പോൾ നമുക്ക് ആവശ്യം വന്നു, അപ്പോൾ നമ്മൾ വാങ്ങിച്ചു. എന്തായാലും ഇന്നുമോൾക്ക് വളാഞ്ചേരിക്ക് പോകുന്നതിന് ശേഷം തേങ്ങ പൊളിക്കുന്ന പണിയൊന്നും ആയില്ല. ഇനിയിപ്പോൾ ഇവിടെ തേങ്ങ പൊളിക്കുന്ന പണിയും കൂടി ഇന്നുമോൾക്ക് ആയിട്ടുണ്ടേ. രാവിലെ നേരിട്ട് ഇന്നുമോൾക്ക് വലിയ മൂടില്ല കേട്ടോ. ഇന്നുമോൾക്ക് തലപ്രാന്ത് പിടിച്ച് നിൽക്കുക. അതാണ് മോന്തപ്പം ചിരിയൊന്നും കാണാത്തത്. നിങ്ങൾ കാണുന്ന ഇന്നുമോളല്ലാതെ വേറൊരു ഇന്നുമോളും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് കപ്പ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ കപ്പ അവിടെ ഇരിക്കാന്നുള്ളതല്ലാതെ പുഴുക്കുണ്ടാക്കലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണ്ടേ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കപ്പയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. അപ്പോഴല്ലേ നമുക്ക് കഴിക്കാനൊരു രസം ഉണ്ടാവുള്ളൂ. ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കപ്പ പുഴുക്ക് കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് അങ്ങനെ കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച 3-4 കപ്പയിൽ നിന്ന് ഒരു ചെറിയൊരു കപ്പ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി വെക്കുന്നത് കേട്ടോ. ദോശക്ക് ഇവിടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറി ഇല്ലാണ്ട് ഒട്ടും ശരിയാവില്ല. എനിക്കാണെങ്കിൽ കറിയൊന്നും വേണമെന്നില്ല, ഞാൻ എന്തും കഴിക്കും. പക്ഷേ എനിക്ക് രാവിലെ നല്ല അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേണം. അത് ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് വെറുതെ നൂഡിൽസ് അല്ലെങ്കിൽ കെലോഗ്സ് ഇങ്ങനത്തെ കോൺഫ്ലേക്സ് ഒക്കെ ഉണ്ടാവില്ലേ, കെലോഗ്സ് അല്ല കോൺഫ്ലേക്സ്, അതൊന്നും കഴിക്കണം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് രാവിലെ കറക്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോഴേ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ എങ്ങനെ കുക്കിങ്ങൊക്കെ കറക്റ്റാക്കിയിട്ട് ചെയ്യുമോ? അതായത് നമ്മൾ 3 പേരും മാത്രമല്ലേ ഉള്ളൂ, നമുക്കിങ്ങനെ നിർബന്ധങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഫുഡിന്. അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് ഉണ്ടാക്കും. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പൊടി കൊണ്ട് ദോശ വേണം, ഇന്നുമോൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറും വേണം. അത് കാരണം കൊണ്ട് നമ്മുടെ വീട്ടിൽ ഫുഡ് കറക്റ്റാണെന്നുള്ളത്. പിന്നെ നമ്മൾ പാൽ ചായ ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. ഇത് നമ്മൾ ഗുഡ് ലൈഫിൻ്റെ ഈ പാലുണ്ടല്ലോ, ഇത് നമുക്ക് ഒരു 5-6 മാസം ഇതിൻ്റെ ലൈഫ് ഉണ്ടാവും പുറത്ത് വെക്കുമ്പോൾ കേട്ടോ. പക്ഷെ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ദിവസം കൊണ്ട് അതിൻ്റെ ഡേറ്റ് തീരും. ഞാനിപ്പോഴത്താണ് ഇവരറിഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തും പറഞ്ഞു തരുന്നത്. നമ്മൾ രാവിലെ എൻ്റെ മോൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ആൾ ചായ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ദോശ ഏകദേശം ഒക്കെ ഒന്ന് കേടുവരുന്നുണ്ട്, ശരിയാവുന്നുണ്ട്. അങ്ങനെയൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി കുളിച്ചു കുട്ടപ്പനായി വന്നിട്ടുണ്ട്. നമ്മളെ കപ്പക്കറിയൊക്കെ അവിടെ ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്കൊന്ന് വറവ് ഇന്നുമോളെന്ന് പറഞ്ഞപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ദൂരെ നിന്നിട്ട് മാറി നിൽക്കുകയാണ് ആള്. എത്ര കുക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നുമോൾക്ക് ഈ കടുക് പൊട്ടുമ്പോൾ ഇപ്പോഴും ഒരു പേടിയാണ്. എന്ത് കറിയാണ് കഴിച്ചോക്കിട്ട് പറ, വേഗം കഴിക്ക്. എന്ത് കറിയാണിത്? രസമുണ്ടോ? കാര്യമായിട്ട് എന്നെ പേടിച്ചിട്ട് പറയണ്ട, കറക്റ്റായിട്ട് പറഞ്ഞോ. അങ്ങനെ നമ്മുടെ സായിക്കുട്ടി 7th സ്റ്റാൻഡേർഡിലേക്ക് അങ്ങനെ നമ്മൾ സയാൻ നമ്മൾ 7th സ്റ്റാൻഡേർഡിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അവൻ്റെ സ്കൂളിലത്തെ യൂണിഫോമേ കറക്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് സായിക്കുട്ടി ഈ ഡ്രസ്സിൽ കേട്ടോ. യൂണിഫോം എന്നാണ് കിട്ടുക? ഈ ഒരു മാസം കഴിയുമ്പോൾ ബിറ്റൊക്കെ കിട്ടിയിട്ട് അടുത്ത മാസം മുതലായിരിക്കും മിക്കവാറും യൂണിഫോമൊക്കെ ഇട്ട് പോവുക. അപ്പോൾ നമ്മൾ സായിക്കുട്ടി ബാക്ക് ടു സ്കൂൾ പോവുകയാണ്. നമ്മൾ കുട്ടി നടന്നിട്ടാണ് പോകുന്നത്. ടീച്ചർ ഇവിടെ അങ്ങാടിപ്പാലം പാലത്തിൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കായ കാരണം കൊണ്ട് ടീച്ചറും ഓട്ടോയിലല്ല പോകുന്നത്. അപ്പോൾ ഓട്ടോയിൽ പോകാനൊരു വഴിയില്ല. ഇവിടെ ഓട്ടോ കിട്ടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ മോൻ നടന്നു പോണത്. ഓട്ടോ കിട്ടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നടന്നൊക്കെ പോകട്ടെ, വലിയ കുട്ടിയല്ലേ അല്ലേ കുട്ടിയെ? ഇപ്പം നമുക്കും പറ്റില്ലല്ലോ. എന്താണ്? ഓ വല്ല ഇവിടെ വാടാ, ഇവിടെ വാടാ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം സായിക്കുട്ടിയും സ്കൂളിലേക്ക് പോയിട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാവുകയും ചെയ്തു. ഇന്നുമോൾ കുറച്ച് നേരത്തെ പോയിട്ടോ. ഇന്നുമോളുടെ ഇനി സെൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഉള്ളു കോളേജിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നുമോളെ ക്ലാസ് ഫുള്ളായിട്ട് കഴിയും, പിന്നെ ആൾ വീട്ടിലുണ്ടാവും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്കാവില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സായിക്കുട്ടി. ഇപ്പോൾ സ്കൂളിലേക്ക് പോയി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. രാവിലെ ഞാൻ കുട്ടികൾ പോകുമ്പോൾ കൂടെ നിന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ അപ്പോൾ ആ സമയത്ത് ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി നമ്മൾ കുട്ടികളൊക്കെ പോയിട്ട് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ.
അങ്ങനെ നമ്മൾ എന്നോളം കോളേജ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഒരു പുതിയൊരു വസ്തു ഉണ്ട്. നമ്മളെ ഫ്രിഡ്ജിന്റെ കണ്ണ് വെച്ചിട്ടാണ് ആ ഫ്രിഡ്ജ് കേട് വന്നിരിക്കുന്നത്. ഫ്രീസറിന്റെ ഡോറിന് ഓൾറെഡി ഒരു ഇളക്കം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെഗാ പാർട്ടി നടന്ന ദിവസമാണ് നമ്മുടെ ഫ്രീസറിന്റെ ഡോറ് തെറിച്ചു പറഞ്ഞു പൊട്ടിപ്പോന്നു. അതുകൊണ്ട് പിന്നെ അത് ഇത് പറഞ്ഞു പോരാറുണ്ട്, ഞാൻ തിരിച്ചു വെക്കാറുണ്ട്. ഈ സാധനം അത് പൊട്ടിയ കാരണം കൊണ്ട് നമുക്ക് ഇനിയിപ്പോ നമ്മൾ ആമസോണിൽ പുതിയ ഡോർ വാങ്ങിച്ചു. വാ ഫ്രീസറിൽ ഡോർ എങ്ങനെ വെക്കാന്ന് കാണിച്ചു കാട്ടി കൊടുക്കൂ നമ്മളെ പ്രേക്ഷകർക്ക് കാണട്ടെ. അതിന് അണക്കനെ നേക്കറിയുള്ളൂ, എനിക്കടി ഞാൻ നേക്കറിയുന്നില്ല. ഇപ്പൊ നമ്മളെ ഫ്രീസറിൽ ഇരിക്കുന്ന കോല എങ്ങനെയാണ് കേട്ടോ. നമ്മളെ ഫ്രീസറിൽ ഐസ്ക്രീം എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ തണുപ്പ് മൊത്തം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ നമ്മള് കറണ്ട് ബില്ലും കൂടൂലേ? കറണ്ട് ബില്ല് കൂടുന്നു. വേഗം ഫ്രീസറിന്റെ ഡോർ വെച്ചു. ആ ഫ്രീസറിന്റെ ഡോർ 19 ഇഞ്ച് സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ കണക്ക് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ പൊട്ടിപ്പോയ ഡോറില്ലേ, ആ ഡോറിന്റെ അളന്നപ്പോൾ 19 ഇഞ്ച് തന്നെയായിരുന്നു. അപ്പൊ ഇത് ഫിറ്റ് ആണല്ലേ എന്നു? ഇതിന് ആ സൈഡിലത്തെ 2 ഇത് കാണിച്ചത് ഇവിടെ 2 നിബുണ്ട്. ഇത് അതിനുള്ളിൽ ഇങ്ങനെ നിക്കണം. അതാണ് ടാസ്ക്. നിർത്താൻ വല്ലാത്ത ടാസ്കാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇനി ഫ്രിഡ്ജിന്റെ പണ്ടാരം വേറെ ഒന്നും ഉണ്ടായിരിക്കണ്ടേ. ഫ്രിഡ്ജ് ഇതൊന്ന് നമുക്ക് ഡോറ് വെക്കട്ടെ. നമ്മുടെ കിച്ചണിലത്തെ എല്ലാ പ്രൊഡക്റ്റുകളും ബ്ലാക്ക് കളറാണ്. നമ്മുടെ ഫ്രിഡ്ജ് മാത്രം റെഡ് കളറാണെന്ന് പറഞ്ഞിട്ട് ഇന്നുമോളെ എപ്പോഴും കണ്ണു വെക്കും. അതുകൊണ്ടാണോന്നറിയില്ല ഫ്രിഡ്ജ് കേട് വന്നിട്ടുള്ളത്. പഠിച്ച സാധിച്ചിട്ട് വലിയ കേടൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അടുത്ത് നമുക്ക് വലിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.